നമസ്കാരം. ഇന്ന് ഏപ്രിൽ 25 പ്രത്യേകത എന്തെന്ന് വെച്ചാൽ കൊടാക് മഹീന്ദ്ര ബാങ്കിനെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വിലക്കിയിട്ടുണ്ട്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വിലക്കി എന്തെന്ന് വെച്ചാൽ പുതുതായിട്ട് ഓൺലൈനിൽ അക്കൗണ്ടുകൾ തുറക്കുന്നതിനും അതായത് പുതുതായി ക്രെഡിറ്റ് കാർഡുകൾ ഓൺലൈനിൽ വിതരണം ചെയ്യുന്നതൊക്കെ വിലക്കിയിട്ടുണ്ട്. അപ്പോൾ ബാങ്കിൻ്റെ അവസ്ഥ എന്ന് വെച്ചാൽ ഇന്നത്തെ അവസ്ഥയിൽ വളരെ പരിതാപകരമായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഒരു ഇടിവ് ഇന്നത്തെ ദിവസം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് സ്റ്റോക്കുകൾ ബൈ ചെയ്യും സെല്ല് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ സെലക്ഷനിലുള്ളത് ഇൻട്രാ ട്രേഡിംഗ് ആണ്, ഡെമോ ട്രേഡായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ നമ്മൾ ഭാരത് ഫോർജി, ആക്സിസ് ബാങ്ക് ഈ സ്റ്റോക്കുകൾ നമ്മൾ ബൈ ചെയ്യും. ഇനി ബാക്കിയുള്ള സ്റ്റോക്ക് കൊടാക് മഹീന്ദ്ര ബാങ്ക്, ടാറ്റ കൺസ്യൂമർ, പിന്നെ LTM എൻട്രി, ലെസൺ റെപ്പോ എൻട്രി ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, സെല്ല് ചെയ്യും. അപ്പം ഒരേ ക്വാണ്ടിറ്റിക്കാണ് നമ്മൾ ബൈ ചെയ്യേണ്ടതും സെല്ല് ചെയ്യേണ്ടത്. ഓക്കെ, കൊടാക് മഹീന്ദ്ര ബാങ്കും നമ്മൾ സെല്ല് ചെയ്യുന്നുണ്ട് ഒരേ ക്വാണ്ടിറ്റിക്കാണ്. അതായത് 1,00,000 എത്രയാണ് ക്വാണ്ടിറ്റി വരുന്നത് അതേ രീതിയിലാണ് സെല്ല് ചെയ്യുന്നത്. 5 സ്റ്റോക്കാണ് നമ്മൾ ഇന്നത്തെ ദിവസം സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം നമ്മൾ മിനിമം ഉദ്ദേശിക്കുന്ന ഒരു പ്രോഫിറ്റ് എന്ന് വെച്ചാൽ മിനിമം ഒരു 3% പ്രോഫിറ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതായത് മിനിമം 3,000 രൂപയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന പ്രോഫിറ്റ്. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ ട്രേഡിങ്ങിൻ്റെ ഇതിൽ ലൈവായിട്ട് റെക്കോർഡ് ചെയ്തതാണ് ഈ വീഡിയോ. അപ്പോൾ ഇതിലെങ്ങനെയാണ് കാര്യങ്ങൾ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാ സ്റ്റോക്കുകളും നമ്മൾ ബൈയും സെല്ലും ചെയ്തിട്ടുണ്ട്. ഇനി പുഷുകൾ നോക്കാം. നമുക്ക് ഭാരത് ഫോർജ് നമുക്ക് ബൈ ആണ്, ആക്സിസ് ബാങ്ക് ബൈ ആണ്, കൊടാക് മഹീന്ദ്ര ബാങ്ക് സെല്ലാണ്, ടാറ്റ കൺസ്യൂമർ സെല്ലാണ്, LTM അതായത് സെല്ലാണ്. അപ്പോൾ ഇത്രയും സ്റ്റോക്കുകൾ നമ്മുടെ കൈവശം ഉണ്ട്. 5 സ്റ്റോക്കുകളും കയ്യിലുണ്ട്. അപ്പോൾ നമുക്ക് 5 സ്റ്റോക്കുകൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഫുള്ളായിട്ട് നമുക്ക് കയ്യിൽ ക്യാഷ് വേണം ഇല്ല. അതായത് ഇൻട്രാഡേയിലാണെങ്കിൽ നമുക്ക് 5 ടൈംസോളം മാർജിന് കിട്ടുന്നുണ്ട്. അതായത് 5 ടൈംസോളം മാർജിന് കിട്ടുന്നതുകൊണ്ട് ഫുള്ളായിട്ട് ക്യാഷ് ആവശ്യമില്ല. അപ്പോൾ നമുക്ക് നോക്കാം, നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. നമ്മൾ ഏകദേശം ഒരു ലോസ് എന്നത് പ്രതീക്ഷിക്കുന്നത് ഒരു 1,000 രൂപയൊക്കെയാണ് മാക്സിമം ലോസ് പ്രതീക്ഷിക്കുന്നത്. ഇടയ്ക്ക് ഒരു ചെറിയ സിസ്റ്റത്തിൻ്റെ പ്രശ്നം കൊണ്ടാണ് പെട്ടെന്നൊരു ലോസ് എക്സ്ട്രാ കാണിക്കുന്നത്. നമുക്കിതിൽ കാണാൻ പറ്റും കറക്റ്റായിട്ട് മൂവ്മെൻറ്റ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. കൊടാക് മഹീന്ദ്ര ബാങ്ക് ഇപ്പോൾ ലോവർ സർക്യൂട്ട് അടിച്ചിട്ടുണ്ട്. ലോവർ സർക്യൂട്ട് അടിച്ച സ്റ്റോക്കുകൾ അതിന് ശേഷം ഒരു മൂവ്മെൻറ്റ് നിശ്ചിത സമയം 15 മിനിറ്റ്സ് ആണ്. അതിന് ശേഷമാണ് ഓപ്പൺ ചെയ്യുക. അതിന് ശേഷമാണ് നമുക്ക് അതിൽ മൂവ്മെൻറ്റ് കാണാൻ പറ്റുക. കൊടാക് മഹീന്ദ്ര ബാങ്ക് പോലത്തെ സ്റ്റോക്കിന് ഒരു ലോവർ സർക്യൂട്ട് എന്നത് ഒരു നിശ്ചിത സമയപരിധി ആണെങ്കിൽ കൂടെ ലോവർ സർക്യൂട്ട് എന്നത് ഇല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ F&O സെഗ്മെൻറ്റുള്ള സ്റ്റോക്കുകളാണ്. അതായത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ സെഗ്മെൻറ്റ്. അതായത് എത്ര പെർസെൻറ്റേജ് വരെയും താഴോട്ട് പോകാനുള്ള ചാൻസസ് ഉള്ള ഒരു സ്റ്റോക്കാണ് കൊടാക് മഹീന്ദ്ര ബാങ്ക്. അതായത് ഒരു ദിവസത്തിൽ നമുക്കറിയാം പല സ്റ്റോക്കുകളും അതായത് മിഡ് ക്യാപ് സ്റ്റോക്കുകളൊക്കെ F&O സെഗ്മെൻറ്റിൽ എല്ലാ സ്റ്റോക്കുകൾക്ക് ഒരു ലിമിറ്റ്, അതായത് മാക്സിമം ഒരു ദിവസം അപ്പർ സർക്യൂട്ടായാലും ലോവർ സർക്യൂട്ടായാലും സഞ്ചരിക്കാനുള്ള ഒരു പരിധി വെച്ചിട്ടുണ്ടാകും. പക്ഷേങ്കിൽ F&O സെഗ്മെൻറ്റിലുള്ള സ്റ്റോക്കുകൾക്ക് അങ്ങനെ ഒരു പരിധിയില്ല. എത്ര വേണമെങ്കിലും മുകളിലോട്ടും പോകാം, എത്ര വേണമെങ്കിലും താഴോട്ട് പോകാം. കാരണം ഇങ്ങനെയുള്ള സ്റ്റോക്കുകളിൽ വളരെ നല്ല രീതിയിലുള്ള ഉയർച്ചയും താഴ്ചയും വരാനുള്ള ചാൻസസ് വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് സെബി ഇങ്ങനെ ഒരു നിയന്ത്രണം വെച്ചിരിക്കുന്നത്. കാരണം NSEയിലെ ഒരു കൺട്രോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൽ അപ്പർ സർക്യൂട്ടും ലോവർ സർക്യൂട്ടും ഇതിനൊരു പരിധി നിശ്ചയിക്കാതെ. പക്ഷേങ്കിൽ പലപ്പോഴും അതൊരു നമുക്കൊരു വിനയായിട്ട് വന്നിട്ടുണ്ട്. ഉദാഹരണമായിട്ട് നമുക്കറിയാം എക്സ് ബാങ്കിൻ്റെ കണ്ടീഷനിൽ അറിയാം. എക്സ് ബാങ്കൊക്കെ ഒരു ദിവസം 40%, 40% ഇടിഞ്ഞ അവസരങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റോക്കുകളിൽ എന്തെങ്കിലും ന്യൂസ് വരുന്ന സമയത്ത് നമുക്ക് ഇൻവെസ്റ്റേഴ്സിന് വലിയ രീതിയിലുള്ള നഷ്ടം ഉണ്ടാകാനുള്ള ചാൻസസും ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം മ്യൂച്വൽ ഫണ്ടിന് കോടികളുടെ നഷ്ടമാണ്. ഏകദേശം 4,000 കോടി രൂപയുടെ മുകളിൽ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപകർക്ക് കൊടാക് മഹീന്ദ്ര ബാങ്കിൽ നിക്ഷേപിച്ച മ്യൂച്വൽ ഫണ്ട് നിക്ഷേപകർക്ക് നഷ്ടമുണ്ട് എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കാം. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം എന്ന് വെച്ചാൽ ലോങ് ടേമിലേക്ക് അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷെങ്കിൽ അത് ചില അവസരങ്ങളിലൊക്കെ ഇത് ചെറിയ രീതിയിൽ നഷ്ടം വരാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷേ ഏതെങ്കിലും മ്യൂച്വൽ ഫണ്ട് നിക്ഷേപിക്കുന്ന സമയത്ത് 10-50 സ്റ്റോക്കുകളിലൊക്കെ ആയിരിക്കും നിക്ഷേപം വരിക. അപ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റോക്കുകളിൽ നിക്ഷേപത്തിൽ ലോസ് വന്നതെന്ന് വെച്ചിട്ട് ആ മ്യൂച്വൽ ഫണ്ട് ഹൗസിന് ഒന്നും തന്നെ ബാധിക്കില്ല. കാരണം ബാക്കിയുള്ള സ്റ്റോക്കുകൾ മുന്നേറുന്നുണ്ടാകും. അപ്പോൾ അതൊരു വലിയൊരു വിഷയം ആയിട്ട് വരാറില്ല. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം കുറച്ചുകൂടെ സേഫാണ്. നമുക്ക് വേണമെങ്കിൽ ചോയ്സിൽ നമുക്ക്
ഇതിൻ്റെ ചോയ്സ് ബ്രോക്കിങ്ങിൽ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപവും നമുക്ക് വളരെ ചെറിയ ചിലവിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ചോയ്സിൻ്റെയും ഫയേഴ്സിൻ്റെയും ആലിസ്ബിയുടെയൊക്കെ കൊടുത്തിട്ടുണ്ട്. കാരണം കുറഞ്ഞ ബ്രോക്കറേജ്, അതായത് വേറെയുള്ള ബ്രോക്കർമാരെ അപേക്ഷിച്ചിട്ട് കുറഞ്ഞ ബ്രോക്കറേജിൽ ചെയ്യാൻ പറ്റുന്നത് ഇതിലൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് നോക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 648 രൂപ ആണ് പ്രോഫിറ്റ് കാണിക്കുന്നത്. ഞാനിത് ലൈവ് ഡെമോ മാത്രമായിട്ടാണ് ഇതിൽ കാണിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ലൈവ് ചെയ്തിട്ട് വേറെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. സെബിയുടെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് ഇതൊക്കെ നോക്കി മനസ്സിലാക്കി നിങ്ങൾക്കും അത് വെരിഫൈ ചെയ്ത് ഓക്കെ ആണെങ്കിൽ മാത്രമേ നിങ്ങൾ ട്രേഡ് ചെയ്യേണ്ടതുള്ളൂ. കാരണം നമ്മളിപ്പോൾ പലപ്പോഴും F&O സെഗ്മെൻറ്റിലൊക്കെ ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ F&O സെഗ്മെൻറ്റിലൊക്കെ ട്രേഡ് ചെയ്യുന്ന സമയത്ത് സ്ഥിരമായിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ മാത്രം ട്രേഡ് ചെയ്താൽ മതിയാക്കും എന്നതാണ് എൻ്റെ അഭ്യർത്ഥന. കാരണം ചിലപ്പം ഒരു 10-15 ദിവസം ട്രേഡ് ചെയ്തു, 10 ദിവസവും നമുക്ക് കാര്യമായ വെച്ചങ്ങൾ കിട്ടിയില്ല. ചിലപ്പോൾ 2-3 ദിവസം കൊണ്ടായിരിക്കും ഹ്യൂജ് പ്രോഫിറ്റ് വരിക. പക്ഷേ സ്റ്റോക്കിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. സ്റ്റോക്കിൻ്റെ കാര്യത്തിൽ വലിയൊരു പ്രോഫിറ്റ് 100% ഒക്കെ ഒറ്റ ദിവസം കൊണ്ട് പ്രോഫിറ്റ് വരുന്നില്ല. പക്ഷേങ്കിൽ ചെറിയൊരു പ്രോഫിറ്റ് വരും. അത് ഓരോ ദിവസവും ആ പ്രോഫിറ്റ് തന്നെ രീതിയിൽ കൃത്യമായ റിസ്ക് റിവാർഡൊക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാകും. അത് ഇപ്പോൾ ഒരു 1% ആണ് നമ്മളൊരു സ്റ്റോപ്പ് ലോസ്, 1% ആണ് നമുക്ക് ലോസ് സഹിക്കാൻ പറ്റുന്നതെങ്കിൽ ഒരു 3% ടാർഗറ്റൊക്കെ വെച്ച് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം പ്രോഫിറ്റ് ഉണ്ടാകും. അപ്പോൾ കൊടാക് മഹീന്ദ്ര ബാങ്കിൻ്റെ ലോവർ സർക്യൂട്ട് ഓപ്പൺ ആയി. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലേക്ക് സ്റ്റോക്ക് ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കൊടാക് മഹീന്ദ്ര ബാങ്ക്. നമ്മൾ ഏകദേശം ഒരു 4000 രൂപ മാത്രമാണ് നമ്മൾ ഇന്നത്തെ ദിവസം പ്രതീക്ഷിക്കുന്ന പ്രോഫിറ്റ്. ഇന്നത്തെ ദിവസം എന്ന് വെച്ചാൽ ഏപ്രിൽ 25. ഇപ്പോൾ 3000 രൂപയാണ് മിനിമം ഉദ്ദേശിക്കുന്നത്. 3000 രൂപ വേണമെങ്കിൽ നമുക്കിപ്പോൾ എക്സിറ്റ് ചെയ്യാം. ഓക്കെ, ഏകദേശം 4000 രൂപയോളം പ്രോഫിറ്റ് 3800 രൂപയായി. ഓക്കെ, 3000 രൂപയ്ക്ക് തന്നെ നമുക്ക് വേണമെങ്കിൽ ബുക്ക് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ട്രേഡിങ് ഇത്രയേ ഉള്ളൂ. കാരണം വളരെ നിസ്സാരമായിട്ട് നമുക്ക് ഒരു 10-15 മിനിറ്റിനുള്ളിൽ ട്രേഡിങ്ങിൽ ഇത്ര രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും പേപ്പർ ട്രേഡ് ചെയ്യുക, കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കാൻ കോൺടാക്ട് ചെയ്യുക, ലിങ്കിൽ ഓപ്പൺ ചെയ്തിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്ത ദിവസം കാണാം.